ഹലോ. ഞാൻ വൈകുന്ന വിളിക്കണേ. പറയൂ സാറേ. ഞാൻ മറ്റേ അവിടെ ഈ പൂച്ചാക്കില് ഞാൻ മെഷീൻ നോക്കിയാൽ പോയായിരുന്നു. സാർ. അപ്പൊ നമുക്ക് അവിടെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ ഇങ്ങനെ സെക്കൻഡ് മെഷീൻ സെയിൽ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അതെ 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 അതെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് അറിയാൻ വേണ്ടിയാ. നമുക്ക് എത്ര കിലോയുടെ വേണ്ടി വരും? നമുക്ക് സാധാരണ നമുക്ക് ഇങ്ങനെ അയൺ ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു എന്ത് ബഡ്ജറ്റാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് 15 കിലോ മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡിപ്പെൻഡ് അപ്പോൺ ദ ബ്രാൻഡ്, ഡിപ്പെൻഡ് അപ്പോൺ ദ കപ്പാസിറ്റി, പ്രൈസ് വേരിയബിൾ ആയിരിക്കും. ഇപ്പോൾ ഓരോ നാട്ടിലും ഇപ്പോൾ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളിലും ആരൊക്കെ കൊടുക്കാനുണ്ടോ എല്ലാം നമ്മൾക്ക് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അത് കസ്റ്റമറിന്റെ നീഡിനനുസരിച്ചാണ് നമ്മളത് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കസ്റ്റമറിന് എന്താണോ 15 കിലോ നമുക്ക് ഇങ്ങനെ ഈ റൂം എടുത്തിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം. കസ്റ്റമറിനോട് മേടിച്ചു ചെയ്ത് കൊടുക്കാം. മനസ്സിലായി. ഇതിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മെഷീൻ്റെ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ കറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് റെഡി ആവുന്നത് എന്നുവെച്ചാൽ എപ്പോൾ റെഡിയാണോ അപ്പം മാത്രം വിളിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് മെഷീൻസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ മാക്സിമം 3 days to 4 days അത് മാർക്കറ്റ് സെയിൽ നടക്കും. ബഡ്ജറ്റ് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനി എക്സ് എന്ന് പറയും. ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയുടെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബ്രാൻഡിന്റെ 15 കിലോയുടെ റേറ്റ് 2,98,000 രൂപയാണ്. ഇതിപ്പോൾ ഈ മാസം ജൂലൈ മാസം 2025 സെല് ചെയ്യുന്ന പ്രൈസാണ് 2,98,000 രൂപ. ഈ ഒരു സെയിം സാധനം പ്ലസ് 18% GST. ഈ ഒരു സെയിം സാധനം നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എക്സാമ്പിൾ സ്പീഡ് ക്യൂ എന്ന് പറഞ്ഞൊരു US ബ്രാൻഡ്, അവരുടെ സെയിം 16 കിലോയുടെ മെഷീൻസിന് 5,45,000 രൂപയാണ് വില, പ്ലസ് 18% GST. ഈ ഡോമസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, അതാകുമ്പോഴത്തേക്ക് ഏകദേശം 5,90,000 രൂപയാണ്. അതുപോലെ തന്നെ ഗിർബാവ് കൊണ്ട് ഒരു 6,15,000 രൂപ. ഇനി അതിൻ്റെ ചൈനീസ് മെഷീൻസുകളാണെങ്കിൽ ഏകദേശം ഒരു 2,90,000, 3,10,000. ഓരോ ബ്രാൻഡുകൾക്കനുസരിച്ച് ഇന്ത്യയിലെ ഏത് ബ്രാൻഡിനെടുത്താലും 3,60,000 മുകളിലേക്കാണ്. അപ്പം ഏത് ബ്രാൻഡ് നമ്മൾ പോയാലും ഇത് ഓരോ ബ്രാൻഡിനനുസരിച്ചും അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പൊ ഏതൊരു വ്യക്തി വാങ്ങിച്ച റേറ്റിനേക്കാളും പകുതി വിലയ്ക്കാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു 6 ലക്ഷം വാങ്ങിച്ച വ്യക്തി ടാക്സ് അടക്കം 6.25 വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും മാർക്കറ്റ് റേറ്റ് പകുതിയായ 3 ലക്ഷത്തിനോട് മിനിമം ചോദിക്കും. അപ്പൊ നമുക്ക് ഏത് ബ്രാൻഡ് അവൈലബിൾ ആണോ, എത്ര വർഷം പഴക്കമുണ്ട്, അതനുസരിച്ചായിരിക്കും സെക്കൻഡ് ഹാൻഡിന് വില ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡിന്റെ മെഷീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 50% ഉള്ളൂ. എന്ന് വെച്ചാൽ പുതിയ മെഷീൻസ് എടുക്കുന്നതിന്റെ 50% മാർക്കറ്റിൽ കിട്ടും.